എന്താ പ്രകാശ? നീ ചൂണ്ടയിട്ട മീനിനെ ഒന്ന് കാണാനെന്നതാ. ദേവനെ കണ്ടിട്ടാണെങ്കിൽ നീ പറഞ്ഞത് അത്ര ശരിയല്ല. ഒരുപാട് കാലം ആരെയും മണ്ടനാക്കാന്ന് കരുതണ്ട. വാ ദേവാ, നിനക്ക് ആ സാധനം വാങ്ങി തന്നിട്ട് എനിക്ക് 1-2 സ്ഥലത്ത് പോവാനുണ്ട്. അവന്റെ പോക്ക് കണ്ടല്ലേ? ബാപ്പുട്ടിയുടെ ഒപ്പമാകുമ്പോ നമ്മളാരും തൊടൂലെന്നുള്ള ധൈര്യം അവന്. നക്ഷത്രത്തെ കണ്ട് ഭൂമിയിലിരിക്കുന്ന കുട്ടിയുടെ ആശ്വാസം മാത്രമാവില്ല. അത് ആസ്വദിച്ചിരിക്കുമ്പോ കത്തുന്ന പകൽ ചൂടിന്റെ ഇരുളിന്റെ അന്ധതയോ അവനിലുണ്ടാകാൻ വഴിയില്ല. അസിയെ, ഇത് അനക്ക് വേണ്ടി വാങ്ങിയതാ. ഉപ്പായം മുണ്ടുവാ. വണ്ടൂർ പോയൊരു സിനിമ ഉണ്ടോ? ഇപ്പൊ തന്നെ പോയിക്കും. നാളെ അസറാവുമ്പോ ഇങ്ങോട്ട് വരും. പുതിയാപ്പിളൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ വരും. വരാനായി. അവിടെ ഇരുന്നസിയെ. എന്നാ തുടങ്ങല്ലേ? എന്റെ മകൾ ലൈല എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിനു പകരമായി നിങ്ങൾക്കു ഞാൻ വിവാഹം ചെയ്തു തന്നു ഇണയാക്കി തന്നു. നിങ്ങളുടെ മകൾ ലൈല എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിനു പകരമായി നിങ്ങളെനിക്ക് വിവാഹം ചെയ്തു തന്നതിന് ഇണയാക്കി തന്നതിന് ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. കരയാൻ മറന്ന രാക്കിളി നീ കനവിൻ കൂട്ടിൽ ഉറങ്ങുകയോ? മനസ്സിൽ മോഹങ്ങളെല്ലാം പകലിൽ സ്വപ്നമാകുമോ? പകലിൽ സ്വപ്നമാകുമോ? ലൈല, ഇതെവിടേക്കാ കൊണ്ടോണ്? എന്റെ ഭർത്താവിന്. ഉപ്പ കേട്ടിട്ടില്ലേ, മനുഷ്യരിൽ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നെങ്കിൽ അത് ഭാര്യ ഭർത്താവിന്റെ മുമ്പിലാകണമെന്ന്. ലൈല, നിക്കടി അവിടെ.
എന്നെ ഇസ്ലാം കാര്യം പഠിപ്പിക്കുക. ഇത്രയും കാലം ഉപ്പ് ഇസ്ലാം കാര്യം പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി ഞാനായിട്ട് പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഭർത്തൃപരിചരണം ഇസ്ലാമി വിലക്കിയ കാര്യമല്ലല്ലോ. ഇതെന്തി എന്നാടി നിന്റെ ഭർത്താവായത്? ഇന്നലെ 2 പവൻ മഹറിന് ഉപ്പ് തന്നെ ലിയാക്ക് നിക്കാഹ് ചെയ്ത് കൊടുത്തത്. എന്റെ തറുതല നിർത്തിക്കോ. ഒന്നിനും കൊള്ളാത്തവനെ കണ്ടിട്ടാ നീ തുള്ളണേ. നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ. ഇനി മുതൽ എന്നെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. ലൈല, ഈ കുടുംബത്തിൽ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരും. അല്ലാത്തൊരു പടിക്ക് പുറത്താ. ഇറങ്ങിപ്പോടി. ഈ ഒന്നോർത്തോ, ഈ ബീരാനാജിനെ എതിർത്തവരെ ഈ ഭൂമിയുടെ മുകളിൽ പൊറപ്പിക്കൂല ഞാൻ. അസി, നിന്നെ വിശ്വസിച്ചിറങ്ങിപ്പോന്ന ഒരു സാധാരണ പെണ്ണാണ് അവള്. ഇക്ക പറയണത് എനിക്കറിയാം. പക്ഷെ പെട്ടെന്ന് കഴിയണം. എല്ലാ മോഹത്തിന്റെയും ഒടുവിൽ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് നീ. ഒരു ജീവിതം അവൾക്ക് വേണ്ടത്. ഞാൻ കൊടുക്കും. ജീവിതം ഒരു വിലപേശലല്ലെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും അജിയാർക്ക്. നിനക്ക് ഇത്രയും മാറ്റം, അതും ഇങ്ങനെ? എനിക്കും അറിയില്ല സൂറ. ചെറുപ്പത്തിൽ നമ്മളൊന്നിച്ച് സ്കൂളിൽ പോകുമ്പോ അറിയാതെങ്കിലും കിന്നിരി തുപ്പയും വെച്ച് ഗമിയിൽ വന്നിരുന്ന ഹസൈനാരെ ഇഷ്ടായിരുന്നു. പുറമെ കാട്ടാതെ എടുത്തു വെച്ചൊരു പ്രണയം. എനിക്കറിയില്ല എന്തായിരുന്നു എന്ന്. ഇത്രയും സംഭവിച്ചിട്ടും നിനക്കൊന്നും അറിയില്ലെങ്കിൽ അസിയുടെ മനസ്സിൽ ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലല്ലോ സൂറ. ചായ തണുത്തു പോവും, നീ വാ. എവിടെന്റെ ഏതെല്ലാം ഓജാത്തി? ഈ ദുനിയാവില് കറുത്ത സൂര്യൻ പെരുങ്കടലിൽ വീഴാൻ തുടങ്ങിയേക്കണ്. നിന്റെ കുട്ടി കരുതിയിരുന്നോ? ഭൂതം നഷ്ടപ്പെട്ട മാണിക്യം തേടി വരും. പല മായങ്ങളും കാട്ടും. ഇവിടെ എത്തിയില്ലേ? ചോര കാത്തു കിടക്കണ ഉറുക്കനാണല്ലോ ഈ ബാപ്പുട്ടിയെ. ഇത് എന്റെ കുടുംബത്തിന്റെയും പ്രശ്ന. മാറി നിക്കണ അവിടുന്ന്. അടിച്ച് കൊല്ലണവന്. വീരാനെ സോണ ഉണ്ടെങ്കിൽ ഇച്ചൊരടി മുമ്പോട്ട് വെക്ക്. കോട്ടപ്പുറത്ത് പാത്തൂന്റെ കയ്യുണ്ട്. ഇതാ ഈ കയ്യിന്ന് കഞ്ഞിവെള്ളം വാങ്ങിക്കുറിച്ചൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. സാധിച്ചും വെട്ടിച്ചും ഒരുപാട് മുതല് സമ്പാദിച്ചു. ഈ കൂട്ടത്തിലെ ഈ പാത്തൂന്റെ മുതലിക്ക് സമ്പാദിച്ചിട്ടുണ്ട്. അതിനൊന്നും പകരാവൂലടാ അന്റെ ഈ മോള്. അന്നെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ. ഈ മണ്ണില് സ്വസ്ഥത നഷ്ടപ്പെട്ട് മരിച്ചവർക്ക് ഹറാമായ അന്റെ ചാവുകൊണ്ട് രക്ഷ കിട്ടുമെങ്കിൽ അങ്ങനെ വെക്കടാ ഒരടി മുന്നിക്ക്. ആരിഞ്ഞാണീ പാത്തു. വീരാനാശിന്റെ ചോദ്യാണെങ്കിൽ നിന്റെ കാൽച്ചോട്ടിൽ വരും. ഓർത്തോ. വൈനടാ, വണ്ടി കയറ്. ബാപ്പുട്ടിയെ, അന്റെ മരണം അടുത്തിട്ടുണ്ട്. ഓർത്തോ. എന്താ പാത്തൂനോടെ കളി? വേണ്ട. എന്തായാലും എന്താ, നാരായണേട്ടന്റെ തലപ്പൂരി വലിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. എന്തായിട്ടെന്താ, നാടൻ പീടിയൊക്കെ ഇപ്പൊ പഴങ്കതി ആവല്ലേ? അതെ, ഇന്നാട്ടില് ഓരോന്നും പഴങ്കതായിക്കൊണ്ടിരിക്കല്ലേ അപ്പൂ. എന്താ ഒരു പുതിയ പഴങ്കഥ? അബ്ദു പച്ചേ പറഞ്ഞ ജീപ്പ പറഞ്ഞത് ആ കോമഡി പുതിയ പഴങ്കഥ അല്ല, നിങ്ങൾ പറഞ്ഞു വന്ന പഴങ്കഥ അതേതാണെന്നാ ചോദിച്ചത്. കച്ചറ കൂടണ്ട, മൂപ്പര് പറയും. ഈ സ്ട്രോങ് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാല് ഒക്കെ ചാടിയല്ലേ. എന്നാ കേട്ടോളി, വീരാനാജി ഒരു പള്ളി ഉണ്ടാക്കാൻ പോകും. എന്താ പറയണത്? മൂപ്പര് പാപം തീർക്കാനുള്ള തീരുമാനം എടുത്തോ? പിന്നെ
ഈ പറയണ കേട്ടാ തോന്നും മൂപ്പര് പാവത്തിന്റെ കുടിലാ കിടക്കണെന്ന്.